ഓരോ സബ്സ്ക്രൈബേഴ്സും കൂടുന്നത് ഇങ്ങനെ എണ്ണി 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 അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി എണീറ്റപ്പോഴേക്കും 1K സബ്സ്ക്രൈബേഴ്സ്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ഹാപ്പി വിത്ത് ബിയൂസ്. അപ്പൊ തമ്പനയിൽ കണ്ട പോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ എന്റെ വീഡിയോയുടെ ടോപ്പിക് എന്ന്. യൂട്യൂബ് ജേർണിയിലെ ആദ്യത്തെ മൈൽ സ്റ്റോൺ ആണ് 1K സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളത്. അപ്പോ ആ മൈൽ സ്റ്റോൺ നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഗൈസ്. 1K സബ്സ്ക്രൈബേഴ്സ് ആയ ദിവസം തന്നെ ഞാൻ നിങ്ങളോട് ഈ സന്തോഷ വാർത്ത ഷെയർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഓരോ ദിവസവും ഞാൻ ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യും, എങ്ങനെ വീഡിയോ എടുക്കും, ഓരോരോ എന്തെങ്കിലും ഒരു ഐഡിയാസ് ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ 1K ഇനി ഉടനെ തന്നെ 2K ആയാലോ. അതുകൊണ്ട് 1Kയുടെ വീഡിയോ ഇന്ന് തന്നെ ഇങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് കരുതി. ചിലപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, 1K സബ്സ്ക്രൈബേഴ്സ് ആയതിനാണോ ഇത്ര സന്തോഷം എന്ന്. അതെ, എനിക്കത് ഭയങ്കര വളരെ സന്തോഷം തന്നെയാണ്. കാരണം അതിന്റെ 4 വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ 1Kയോ 2Kയോ 3Kയോ ഒക്കെ വളരെ എളുപ്പത്തിൽ കിട്ടും, ഈസി ആയിട്ട് കിട്ടും. പക്ഷെ യൂട്യൂബിൽ അങ്ങനെയല്ല. ഓരോ സബ്സ്ക്രൈബേഴ്സും ഓരോരുത്തരുടെയും വിലപ്പെട്ട വോട്ട് പോലെയാണ്. അപ്പോ എനിക്ക് ഈ കിട്ടിയ 1K സബ്സ്ക്രൈബേഴ്സ് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ അല്ല, 4 വർഷം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ജെന്യുവൻ പേഴ്സൺസ് ആണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നവരും, ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ഓരോരുത്തരുടെ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുവോ, ഇത് എന്റെ ചാനലാണോ, സബ്സ്ക്രൈബ് ചെയ്യുവോ എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ചാനൽ തുടങ്ങാനുണ്ടായ കാര്യം എന്താണെന്ന് നിങ്ങളടുത്ത് പറയാം. ഞാൻ ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോ 4 വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊറോണ വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കൊറോണ ടൈമില് ഞങ്ങളെല്ലാം നാട്ടിലെത്തി. അപ്പൊ നാട്ടിലാണെങ്കിലോ ടിക്ടോക്ക് ഇല്ല, ടിക്ടോക്ക് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി എന്നാ പിന്നെ നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ യൂട്യൂബിലിടാം. എന്നാ അന്നൊന്നും യൂട്യൂബിന് 1K സബ് വേണമെന്നോ 4K വാച്ച് അവർ വേണമെന്നോ ഇത് മോണിറ്റൈസേഷൻ ആവുന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. വെറുതെ നമ്മള് കൊറോണ ആയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എടുക്കുന്ന വീഡിയോസ് എവിടെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് വെക്കണമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ ആക്ച്വലി ആദ്യം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കൊറോണ ടൈമിൽ എല്ലാവരും മറ്റേ ഗാർഡനിങ്, ചെടി നടയില്, ചെടിച്ചട്ടി മേക്കിങ് അങ്ങനെയൊക്കെ അല്ലായിരുന്നോ. അപ്പൊ അത് തന്നെയാണ് ഞങ്ങളും തുടങ്ങിയത്. അങ്ങനെ എന്റെ മമ്മിയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതെന്ന് യൂട്യൂബ് തുടങ്ങി, യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് ഒക്കെ ഇടാം. അങ്ങനെ ആദ്യത്തെ എന്റെ വീഡിയോ നിങ്ങൾ ചെന്ന് നോക്കിയാൽ അറിയാം, ഗാർഡൻ മേക്കിങ്, ചെടിച്ചട്ടി മേക്കിങ് അതൊക്കെയാണ്. അപ്പൊ ആ സമയത്ത് തുടങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ ചെന്ന് എല്ലാവരുടെ അടുത്തും എനിക്ക് അറിയാവുന്നവരുടെ ഇൻബോക്സിലും വാട്സപ്പിലും ഒക്കെ അയച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതങ്ങ് വിട്ടു. ഞാൻ മാസത്തിൽ 2 വീഡിയോ ചെയ്താലായി. വല്ല എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ വീഡിയോ എടുക്കും, ഇടും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. 2-3 വർഷം കഴിഞ്ഞ് ഇതിപ്പോ 4ാമത്തെ വർഷം. ഈ വരുന്ന ഒക്ടോബറിൽ 4 ഇയർ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ ഇപ്രാവശ്യം എന്റെ ഡെലിവറിക്ക് മമ്മി ഇങ്ങ് വന്നപ്പോ, ദുബായിലെത്തിയപ്പോ ഞങ്ങൾക്ക് കുറെ സമയം കിട്ടി. ഞാൻ ഡ്യൂട്ടിക്കും പോവാതെ എന്റെ മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോഴാണ് വീണ്ടും അന്ന് എന്നെ യൂട്യൂബ് വീഡിയോ ഇടാൻ പ്രോത്സാഹിപ്പിച്ചത് മമ്മിയാണ്. അത് കഴിഞ്ഞ് ഒരു വലിയ ബ്രേക്കിന് ശേഷം ഇപ്പൊ വീണ്ടും പുതിയ ക്രാഫ്റ്റ് വർക്ക്സും ഓരോരോ ടിഷ്യൂ പേപ്പർ വെച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കല്, ക്രാഫ്റ്റ്സ്, ആർട്സ്, ഹെയർ ആക്സസറീസ്, അങ്ങനെ ഇപ്പോഴും മമ്മി തന്നെയാണ് എന്നെ പുതിയ വീഡിയോ വീണ്ടും നീ ഇട്ട് തുടങ്ങണം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചതും ഓരോരോ ചെറിയ ചെറിയ ക്രാഫ്റ്റ്സുകളൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ ക്രാഫ്റ്റ്സിന്റെ വീഡിയോ എടുത്ത് ഷോർട്സ് ആയിട്ട് ഇടാൻ തുടങ്ങി ആദ്യം. അങ്ങനെ ഡെയിലി ഞാൻ ഓരോ ഷോർട്സ് വെച്ചിട്ട് തുടങ്ങി. ഷോർട്സ് ഇടുന്നതിനനുസരിച്ച് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി. അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒരു 800 ആയി, 850 ആയി. അപ്പോഴത്തേക്ക് എനിക്ക് ഇതെങ്ങനെങ്കിലും ഒരു 1K എത്തിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നു തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും ഞാൻ ഇരുന്ന് നോക്കും, ഒരു സബ്സ്ക്രൈബർ കൂടിയോ, ഓരോ വീഡിയോ ഇട്ടിട്ടും ഇങ്ങനെ കാത്തിരിക്കും, സബ്സ്ക്രൈബേഴ്സ് കൂടിയോ, എത്ര വ്യൂസ് ആയി, അങ്ങനെ. അപ്പോഴും ഞാൻ വാച്ച് അവേഴ്സിനെ പറ്റി ചിന്തിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി എണീറ്റപ്പോഴേക്കും 1K സബ്സ്ക്രൈബേഴ്സ്.
അതൊരു ഭയങ്കര ഹാപ്പി മൊമെന്റ് ആയിരുന്നു. ഞാൻ അപ്പൊ തന്നെ ശരിക്കും വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. ഒരു 1K കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്താൽ ഒരു വീഡിയോ നടക്കത്തില്ല. അങ്ങനെ ഷോർട്സ് ഇട്ട് എനിക്ക് 1K സബ്സ്ക്രൈബർ ആയി. അതിനുശേഷമാണ് ഞാൻ വാച്ച് അവേഴ്സിനെ പറ്റി ചിന്തിക്കുന്നത്. 4K വാച്ച് അവേഴ്സ് വേണം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ. അങ്ങനെയാണ് ഞാൻ പിന്നെ ഡെയിലി ലോങ് വീഡിയോസ് ഇട്ട് തുടങ്ങിയിരിക്കുന്നത്. അത് ഇപ്പോഴും ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. എപ്പോ 4K ആവുന്നോ അപ്പൊ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും ആ സന്തോഷ വാർത്തയും ഉറപ്പായിട്ടും. പിന്നെ ഞാൻ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെയും ഞാൻ ഒരു വീഡിയോ ഇട്ട് അത് മുടങ്ങാതെ കാണുന്നവരും കമന്റ് ഇടുന്നവരും സ്റ്റാറ്റസ് ഇടുന്നവരും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ ഒരു വലിയ താങ്ക്സ് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതിന്. അങ്ങനെ ഇപ്പൊ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് ജൂൺ 10 തൊട്ടാണ്. ഇപ്പൊ ജൂലൈ, ഓഗസ്റ്റ്, ഓൾമോസ്റ്റ് 2 months ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പൊ അത് ഇങ്ങനെ തന്നെ പോയാൽ വേഗം തന്നെ നമുക്ക് 4K അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കിനിപ്പോ ഡ്യൂട്ടിക്കൊക്കെ പോയി തുടങ്ങാൻ ടൈമായി. അപ്പോഴത്തേക്കും എങ്ങനെ എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങള് വീഡിയോസ് ഇട്ട് ഡെയിലി വീഡിയോസ് ഇട്ട് അതിൽ ഒരു വീഡിയോ അങ്ങ് നന്നായിട്ട് ക്ലിക്കായി. അതായത് ഞങ്ങളുടെ ഡെലൂസ് ബേബിയെ കുളിപ്പിക്കുന്ന ഒരു വീഡിയോ, ബേബി ബാത്തർ യൂസ് ചെയ്ത് കുളിപ്പിക്കുന്ന ഒരു വീഡിയോ. അതിന് 37K വ്യൂസ് ആണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരോടും എല്ലാവരോടും ഒരു വലിയ താങ്ക് യു ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും പുതിയ വിശേഷങ്ങളുമായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോ കണ്ടന്റ് കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും നന്ദി. താങ്ക് യു.